കേരളത്തിൽ അടുത്തൊരു വിഷയം, നമ്മൾ ഓരോ മേഖലയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് പുതിയ കാര്യങ്ങൾ വന്നുകൂടുന്നത്. ഇപ്പോഴിതാ ഒരു 5000-ഓളം വരുന്ന 4000-ലും 5000-ത്തിനും ഇടയ്ക്ക് വരുന്ന അധ്യാപകരും ടീച്ചർമാരും സമരത്തിലേക്കാണ്. അവർ പലരും MSc കഴിഞ്ഞവരാണ്, MA കഴിഞ്ഞവരാണ്, MCom കഴിഞ്ഞവരാണ്. അവർ ചെയ്ത ഏക തെറ്റ് പള്ളിക്കൂടത്തെ അയച്ചപ്പോൾ നന്നായിട്ട് പഠിച്ചു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാമായിരുന്നല്ലോ. നന്നായി പഠിച്ചു, എയ്ഡഡ് സ്കൂളുകളിൽ അവർ ജോലിക്ക് കയറി. ഇവിടെ സർക്കാരിലെ ജോലി നമുക്കറിയാലോ, PSC ലിസ്റ്റ് ഇറക്കത്തില്ല, ജോലിയും കൊടുക്കത്തില്ല ആർക്കും, അതിന് പകരം തള്ളിക്കയറ്റും ഡെയിലി വേജസും ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് പിന്നെ സ്ഥിരപ്പെടുത്താൻ നോക്കും. ആ സമയത്താണ് ഇവിടെ വളരെ കൃത്യമായി എയ്ഡഡ് സ്കൂളുകളിൽ വരുന്ന കുറച്ച് വേക്കൻസികളിൽ ജോലി കിട്ടുന്നത്. 2016-17 കാലത്ത് സർക്കാർ ഒരു ഉത്തരവ് കൊണ്ടുവന്നു, KER കേരള എഡ്യൂക്കേഷൻ റൂൾസിലൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. എന്താ അമെൻമെൻറ്റ്? സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ ഡിവിഷൻ ഫാൾ വരുമ്പോഴോ അധിക കുട്ടികൾ വരുമ്പോഴോ ഒക്കെ ടീച്ചർമാരുടെ കുറവ് വരുമല്ലോ, കുറവും കൂടുതലും വരും. അധിക കുട്ടികൾ വരികയാണെങ്കിൽ അധികം തസ്തിക വരും. സാധാരണ പ്രൈമറി സ്കൂളിൽ 30 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ, മുകളിലോട്ട് വരുമ്പോൾ 35 കുട്ടികൾക്ക്, അതിന് മുകളിലോട്ട് വരുമ്പോൾ 45 കുട്ടികൾക്ക് ഒരു ടീച്ചറോ അധ്യാപകനോ, അതാണ് കണക്ക്. പക്ഷേ അതിനേക്കാൾ കുട്ടികൾ വരികയാണെങ്കിൽ അധിക തസ്തിക വരും. അപ്പോൾ KER-ലൊരു നിയമം കൊണ്ടുവന്നു, അധിക തസ്തിക വരികയാണെങ്കിൽ 1:1 ഒരു തസ്തിക വന്നാൽ അത് ആരെടുക്കും? പിന്നെ ഗവൺമെൻറ് എടുക്കും. അതിന് തുല്യമായി അടുത്തൊരു തസ്തിക വന്നാൽ അത് ആർക്കെടുക്കാം? മാനേജ്മെൻറ്റിന് എടുക്കാം. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തസ്തിക നഷ്ടപ്പെടുകയാണ്. അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നു. അത് ഒക്ടോബറിൽ അതിൻ്റെ വിധി വരും. എന്താണെന്നറിയാം. ചിലപ്പോൾ കേസ് നീണ്ടു പോകാം. അത് മാനേജ്മെൻറ്റിന് തന്നെ വേണം. ഈ 1:1 പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഈ 1:1 ഒരെണ്ണം എടുക്കുന്നത്, ഗവൺമെൻറ് എടുക്കുന്നത് ആർക്ക് കൊടുക്കും? ഗവൺമെൻറ് സ്കൂളുകളിൽ ഇങ്ങനെ ജോലി, ഈ അധിക ഡിവിഷൻ ഫാൾ വരുമ്പോൾ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അധ്യാപകരുടെ ഒരു ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ടീച്ചേഴ്സ് ബാങ്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കൊടുക്കും. അപ്പോൾ ഒരു ബാലൻസിങ് പരിപാടി. അതൊക്കെ ഓക്കെ, അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ വേറെ ചർച്ച, മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും ചർച്ച ചെയ്യട്ടെ. പക്ഷേ നമ്മളെ വിഷയം അതല്ല. 16-17 കാലഘട്ടത്തിൽ 4000-ലധികം വരുന്ന അധ്യാപകരും ടീച്ചർമാരെയും അപ്പോയിൻറ്റ് ചെയ്തു. 21 അവർക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുക്കത്തില്ല. കാരണം മറ്റേ ഈ 1:1 ഒക്കെ ഒന്ന് പാലിക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ വന്ന് അപ്പോയിൻമെൻറ്റ് കൊടുക്കാതെ വലിയ കേസായി, വഴക്കായി, പിന്നെ സമരമായി, ചർച്ചയായി. 2021 കാലത്ത് ഒരു ഓർഡർ ഇറങ്ങി. 16 മുതൽ അപ്പോയിൻറ്റ് ചെയ്ത 4000 പേർക്ക്, അല്ലെ 4000 മുതലുള്ള 5000-ത്തിനകത്ത് വരുന്നവർക്ക് അപ്പോയിൻമെൻറ്റ് അംഗീകരിക്കാം ഗവൺമെൻറ്. അപ്പോഴും അംഗീകരിച്ചാലേ അവർക്ക് ശമ്പളം കിട്ടും, സ്പാർക്കിലൊക്കെ ഉൾപ്പെടാനും അവർക്ക് പിന്നെ സർവീസ് ബുക്കൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അപ്പോൾ പറഞ്ഞൊരു ന്യായം, 2016-17 മുതൽ 21 വരെയുള്ള 5 വർഷക്കാലത്തെ സീനിയാരിറ്റി കൊടുക്കാം, ഇൻക്രിമെൻറ്റ് കൊടുക്കാം, സർവീസ് 16 മുതൽ തന്നെ കണക്കൂട്ടുകയും ചെയ്യാം. എപ്പോഴാണോ അപ്പോയിൻ്റ് ആയത് അത് മുതൽ കണക്ക് കൂട്ടാം. പക്ഷെ പ്രശ്നം 21 ഈ ഓർഡർ ഇറങ്ങുന്ന അന്ന് മുതൽ ശമ്പളം കിട്ടുകയുള്ളൂ. നോഷണലാണ് ശമ്പളം, പിറകിലോട്ടുള്ള കിട്ടത്തില്ല. അപ്പോൾ 5 വർഷം ശമ്പളം കിട്ടാതെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടത്തിൽ 4000 പേർ ഇവിടെ ജോലി ചെയ്തു ഈ സംസ്ഥാനത്ത്. കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് പട്ടിണിയും പരിവട്ടവും ഒഴിഞ്ഞ വയറും ഒട്ടിയ വയറുമായി കരഞ്ഞ കണ്ണുമായി 4000-ഓളം പേർ ഇവിടെ ജോലി ചെയ്തു. അവരുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഇത് എവിടെയാണ് ഈ പാപം ശിവൻകുട്ടിയും പിണറായി വിജയനും ഏതു കടലിലാണ് കഴുകിക്കളയുന്നത്? നിങ്ങൾ ദുരന്തമാണ് ഈ സമൂഹത്തിന്. നിങ്ങൾക്ക് യാതൊരു ഭരണവൈഭവവുമില്ല, ഒരു ഗുഡ് ഗവേണൻസുമില്ല. നിങ്ങൾ ചെയ്യുന്നത് ദുരന്തമാണ്. അങ്ങനെ 4000 പേർ നോഷണൽ ടീച്ചേഴ്സ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കി, ഓർഗനൈസേഷൻ സംതിങ് ലൈക്ക് ദാറ്റ്, ഏതൊരു പേരൊക്കെ ഉണ്ടാക്കി അവരുടെ സമരത്തിലേക്ക് പോകുന്നു. ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന ഭരണകാലയളവിൽ 4000 പേർ 5 വർഷക്കാലം സൗജന്യമായി ജോലി ചെയ്തതുപോലെ ആയിപ്പോയില്ലേ? അത് കൊടുക്കണം. ആ ശമ്പളം, ആ നോഷണൽ എന്നുള്ള ക്ലോസ് മാറ്റി പഴയ ശമ്പളം കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ആലോചിക്കണം. അവരെ വീണ്ടും തെരുവിലേക്ക് ഇറക്കരുത്.